ഓ എന്നാ തിരക്കാൻ നോക്കി വല്ല ഇവിടെയൊക്കെ നല്ല തിരക്കാ. ഇതാ നല്ല ഏരിയ. ഫുള്ളി പാക്ഡ് ആണ്. ഇവിടെ ഞാൻ പോയിട്ടുണ്ട്. ഈ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയിട്ടുണ്ട്. ഇത് ഷിക്കാഗോ നഗരത്തിൻ്റെ വീതിയിൽ 2026 ജൂൺ 27. എൻ്റെ കൂടെയുള്ളവർ ചിരിക്കുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട്. അവർക്കതൊരു തമാശയായിട്ട് തോന്നുന്നു. പക്ഷേ എനിക്ക് തമാശല്ല, ഞാൻ വളരെ സീരിയസാണ്. ഇത്രയും ഗൗരവമായിട്ട് സംസാരിക്കുന്നത് പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ശരി വരുന്നത്. ഒരു ഊബർ വിളിച്ച് ഈ നഗരത്തിലൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന വഴിയാണിത്. നല്ല തിരക്കുണ്ട്. ഇത് കാണുന്ന ലേക്കാണോ വല്ല? ഇത്ര അടുത്താണ് ലേക്ക്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയി നടക്കാം. ഇത്ര അടുത്ത ലേക്ക്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അല്ലേ? അവിടെ നടക്കാൻ വഴിയുണ്ടോ? ആ, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ? ആ, ബീച്ച് എന്ന് പറഞ്ഞാലാ ഒത്തിരി ദൂരമാണോ? ആ, ഇവിടെ അടുത്താണെങ്കിൽ ഞാൻ കഴിഞ്ഞ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി അത്ര അടുത്തായിട്ട്. ഇവിടെ നോക്കി നടക്കാൻ ദൂരമേ ഉള്ളൂ. ദൈവം, ഇനി ഇവിടെ താമസിച്ചിട്ട് ഇവിടെ അടുത്താന്ന് അറിയത്തില്ല. ഇതാണ് മിഷിഗൻ അവന്യൂ. എന്നിട്ട് നീ ഇവിടെ ജീവിച്ചിട്ട് അറിയാത്ത പപ്പയ്ക്ക് അത്ഭുതം. പപ്പ വന്ന ദിവസം തന്നെ അല്ല, എന്നാലും വേറെ ഈ നല്ല നിലാവല്ല തണലുള്ളപ്പോഴേ നടക്കാൻ പോകാലോ. ഇവിടുത്തെ ഫുഡ് കോർട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല രസം. എന്നാ പിന്നെ അവിടെ പോയാ പോരെ? ഇവിടെ പോലെ ഒരു ഫുഡ് കോർട്ട് കണ്ടിട്ടില്ല. എന്നാ പിന്നെ അവിടെ പോയാലോ? അല്ല, നിങ്ങൾ ആ ഭക്ഷണം ഇഷ്ടാവില്ല. അമേരിക്കൻ ഭക്ഷണമാണ്. ഇഷ്ടമുള്ള ഭക്ഷണം മതി, വെറുതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇഷ്ടമായിരിക്കും, എനിക്കറിയില്ല. എനിക്കിഷ്ടം. ആ, നിനക്ക് ഇഷ്ടമാണ്. പിന്നെ പപ്പയ്ക്ക് ഇഷ്ടമല്ലാണ്ടിരിക്കുക. പപ്പയ്ക്കും മമ്മിക്കും ഇത് ഞാൻ പണ്ടേ ഇവിടെ സ്റ്റഡി ചെയ്യാൻ വന്നു. പക്ഷെ നമുക്ക് കാവേ പോവാം. നിങ്ങൾ അവിടെ പോയിട്ടില്ലല്ലോ? എവിടെ പോയിട്ടില്ല? കാവേ? കാവ രാത്രിയല്ലേ പോവാന്ന് പറഞ്ഞു. അല്ല, അത് രാത്രി സീ ഫുഡ് പോയി പോവാം. കാവന്ന് പറഞ്ഞാ ചിപ്പോട്ലെ പോലെ, പക്ഷെ മെഡിറ്ററേനിയൻ. ഓ, ഫുഡ്. കാവ ഓക്കേ. ഹെൽത്തി ആയി തോന്നും. പിന്നെ കുറച്ച് സ്ട്രെസ് ആവും. എന്താ പറയേണ്ടത് അവരോട് പറയണം, എന്താ വേണ്ടത്. പപ്പ വേഗം കണ്ടുപിടിക്കും വേണ്ടതൊക്കെ. മമ്മയ്ക്ക് പപ്പ എന്ത് പറഞ്ഞാലും ചുമയാ. ചുമച്ച മമ്മി ചിരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞാൽ ചുമച്ച് ചിരിക്കും. ചിരിയാണേലും പൊട്ടെന്ന് വയ്ക്കാം, ചുമച്ച് ചിരിക്കും. ഇവിടെയാണ് നമ്മളിതിന് മുകളിൽ കയറിയത് അല്ലേ? അല്ലേ? ആ, ഞാൻ എൻ്റെ മുകളിൽ കയറിയിട്ട് ഓപ്പോസിറ്റ്. ഇപ്പോൾ ആ ത്രില്ലൊക്കെ പോയി. ഇവിടെയല്ലേ ഷോപ്പിംഗ് മോൾ ഇതല്ലേ? ആ, തിരിച്ചു നോക്കി ഇങ്ങോട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട്. മൈ ഗുഡ്നസ്, ഇതാണ് വാട്ടർ ടവർ. എന്താണ്? അമേരിക്കൻ ഗേൾ പാലസ് പ്ലേസ്. ഇപ്പം ശരിക്കും ഇതല്ലേ കയറിയ ബിൽഡിങ്? ടോളസ്റ്റ് ബിൽഡിങ് വൺ ഓഫ് ദി അല്ലേ? എൻ്റെ പേരെന്നാടാ? നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അമേരിക്കൻ ഗേളിലേക്ക് പോയപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ ചിക്കുട്ടിനെ കൊണ്ടുവന്ന് അമ്മ ഒരു വലിയൊരു ഇതൊക്കെ മേടിച്ചത് അമേരിക്കൻ. അതിപ്പോൾ ഉണ്ടോ കയ്യിൽ? അമേരിക്കൻ ഗേളോ? ആ, വീട്ടിലെ കാര്യം പറഞ്ഞു. ഇവിടെ എന്നാന്ന് ഗുണമല്ല, സെന്റ് ലൂയിസിലെ പോലെ അല്ല. ഇവിടുത്തെ ആൾക്കാർ എല്ലാ ആൾക്കാരെയും കാണുന്നുള്ളതുകൊണ്ട് അല്ലേ? ആക്റ്റീവ് ആണെന്ന് തന്നെയല്ല പപ്പ ഉദ്ദേശിച്ചേ, ഇൻക്ലൂസീവ് ആണ് അല്ലേ? സെന്റ് ലൂയിസ് അത്ര ഇൻക്ലൂസീവ് അല്ല. എല്ലാ കൾച്ചറും ഉള്ളതുകൊണ്ടേ എന്തോരം ആൾക്കാർ നടക്കുന്നത്. ടൂറിസ്റ്റ് ആയിരിക്കും അല്ലേ? ഓ, ഇതല്ല ഇങ്ങനെ നടക്കുകയല്ലേ? എന്തോരം ആൾക്കാർ നടക്കുന്നത്. ധാരാളം ആൾക്കാർ ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. പിന്നെ വേറെ നഗരങ്ങളിൽ അധികം ഒന്നും കാണാൻ പറ്റിയെന്ന് വരിക. ന്യൂയോർക്കിലുണ്ടായിരിക്കും. ന്യൂയോർക്കിലുണ്ട്. ആ, അതെ അതെ അതെ. എനിക്ക് ഷിക്കാഗോ സിറ്റി ഭയങ്കര ഇഷ്ടമുള്ള സിറ്റിയായി മാറി. ക്ലീൻ സിറ്റി. എന്നാൽ പിന്നെ ഇവിടെ തന്നെ ഉറപ്പിക്കാൻ നോക്കട്ടെ. ഇവിടുത്തെ കോർപ്പറേഷൻ ലെവലിൽ അപ്ലൈ ചെയ്തോ? ഇവിടുത്തെ ഏതെങ്കിലും കോർപ്പറേറ്റ് ഡിഡി അപ്ലൈ ഏതിൽ അപ്ലൈ ചെയ്ത്? അത് പറയാൻ പറ്റില്ല.
അതും അറിയത്തില്ല. ഉം? അതറിയത്തില്ല. അറിയാം, നിറച്ചുണ്ട്. കിട്ടുമ്പോ പറയാം. കിട്ടുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ചു വെച്ചേക്കുള്ളൂ അല്ലേ? നിനക്ക് A+ കിട്ടിയത് ഒളിച്ചു വെച്ച പോലെ. എൻ്റെ ഗോൾഡൻ കേളാണ്. ഗോൾഡൻ കേൾ ദൈവമേ. ഗോൾഡൻ പപ്പയ്ക്ക് ഗോൾഡൻ ആണോ? അത് മതി. ഇത് ഗോൾഡ് മഞ്ഞാന്നാണ് അതിന് പറയുന്നത്. ഗോൾഡൻ അതിന് ആ ടാഗ്. ഇത് ഏത് അവന്യമാണ്? എൻ്റെ പേരറിയത്തില്ല. ദിസ് ഈസ് മിഷിഗൻ അവന്യൂ. യെസ്, അത് മിഷിഗനിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇവർ പേരെഴുതിയിട്ടില്ല. ഓ മൈ ഗുഡ്നസ്. നല്ല കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് താഴെ പാർക്കിംഗ് സ്പേസ് ഉണ്ടല്ലോ, വല്ല അതാരുടെയാ? ഇതേതാണ് ഇതിൻ്റെ പേര്? ഇറി സ്ട്രീറ്റ്. ഇറി. ഓ, ഇവിടെയെല്ലാം ധാരാളം സൈക്കിളുകൾ വെച്ചിട്ടുണ്ട്, ബാറ്ററി സൈക്കിളുകൾ. അതുകൊണ്ട് പോകാവുന്നതാണ്. വാടകി കൽറ്റർ പവലിയൻ. ഇതെന്നാ ഹോസ്പിറ്റലാണല്ലേ? എമർജൻസി. നോർത്ത് വെസ്റ്റേൺ സ്കൂളോ? ഇല്ല, ഇത് നോർത്ത് വെസ്റ്റേൺ മെഡിസിൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അഡ്രസ് ശരിയാണ് കൊടുത്തേക്കണേ. നോർത്ത് വെസ്റ്റേൺ ക്യാമ്പസ്. ഭക്ഷണത്തിന് മണം വരുന്നവരെ. വിശാലമായ വഴിത്താരകൾ. Oh, 270 east, right? Yeah, that one. We can get out here. That's one fine. second. You're going to Northwestern Hospital or what? Yeah, it's the Kava on that corner. Oh, okay. Yeah. Beautiful. Look at how they. ഇവിടെ അറിയാം. Thank you. Thank you, sir. Thank you. Be careful at this side. Yes. Okay, I'm going that side. Okay. അമ്മ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമുണ്ട്. Okay, take care. Thank you. ഇനി കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. ഓ, നല്ല പ്രഭാതം, നല്ല വെളിച്ചമുള്ള ദിവസം. സൺലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. വെയിൻ സിറ്റി. അപ്പോൾ യൂട്യൂബിലിടാനത് ഞാനൊരു വ്ളോഗറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും സബ്സ്ക്രൈബേഴ്സ് കുറവാണേലും. ഇതാണ് കൊച്ചു മദാമ അമേരിക്കയിൽ വന്ന ശേഷം. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. തൊപ്പിയൊക്കെ വെച്ച് നീലുടുപ്പിട്ടു. നല്ലൊരു കല്ലുള്ള മാലയൊക്കെ ഇട്ട സുന്ദരിക്കുട്ടി ഇവിടെ നിൽക്കുകയാണ്. ഇത് വീഡിയോ ആയിട്ട് എടുക്കുന്നത്, ഫോട്ടോയല്ല. മനോഹരമായിരിക്കുന്നു. കൊച്ചു മദാമ കൊച്ച്. എൻ്റെ എടുക്കണേന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നോ. ഇതൊക്കെ കിടക്കട്ടെ. എന്തെങ്കിലും നമ്മൾ യൂട്യൂബ് കാണുമ്പം അമ്മയും മോളും ഡാഡിയൊക്കെ ഇടുന്ന യാത്രയൊന്നും കാണട്ടെ. എൻ്റെ വേണ്ട, എൻ്റെ എടുക്കണം എനിക്കിഷ്ടമല്ല. ഓ, ഇതാണോ അടച്ച്? ആ ഡോർ അടച്ച് കിടക്കുകയാണ്. ഞാൻ കയറുന്ന വഴി തെറ്റിപ്പോയി. സാരമില്ല, അടുത്ത ഡോറിലൂടെ കയറാൻ പോവുകയാണ്. കാവ. ഇതാണ് കാവ റെസ്റ്റോറൻറ്റ്.